നമസ്കാരം. ജനദ്രോഹപരമായ സമരമെന്ന് തിരിച്ചറിഞ്ഞാണ് ബന്ദ് നിരോധിക്കപ്പെട്ടത്. എന്നാൽ ഹർത്താൽ എന്ന് പേര് മാറ്റി രാഷ്ട്രീയ പാർട്ടികൾ ഇന്നും ബന്ദ് നടപ്പാക്കുന്നു. ഹർത്താൽ എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നടത്തേണ്ട സമരരീതി മാത്രമാണെന്നാണ് നിർവചനം. എന്നാൽ വാർഡിൽ തുടങ്ങി രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഹർത്താൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ നടപ്പാക്കുന്നു. വാഹനങ്ങൾ തടയാനും കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിക്കാനും ഹർത്താൽ സ്വാതന്ത്ര്യം നൽകുന്നു. മാത്രമല്ല, ഒറ്റ ആഹ്വാനം കൊണ്ട് മാത്രം വളരെ എളുപ്പത്തിൽ ഹർത്താൽ നടത്താം എന്നതും ഈ സമരമാർഗം പിന്തുടരാൻ രാഷ്ട്രീയ പാർട്ടികളെ പ്രേരിപ്പിക്കുന്നു. കാലഹരണപ്പെട്ട ഈ സമരരീതി മാറ്റപ്പെടേണ്ടതല്ലേ? കഴിഞ്ഞ 6 മാസം കൊണ്ട് 73 ഹർത്താലുകൾക്ക് കേരളം സാക്ഷിയായി. ഹർത്താൽ എന്ന പ്രാകൃത സമരരീതിയോട് ജനം എങ്ങനെ പ്രതികരിക്കണം? ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ചർച്ച ചെയ്യുന്നു. ഹർത്താൽ എന്ന ദുരിതം അവസാനിപ്പിക്കേണ്ടേ? ഈ വിഷയത്തിൽ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് പന്തളം സുധാകരൻ, മുൻ മന്ത്രി, എ റഹീം CPM നേതാവ്, JR പത്മകുമാർ BJP നേതാവ്, ഒപ്പം രാജു P നായർ, പ്രവീൺ പരമേശ്വരൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ. KPCC പ്രസിഡന്റ് ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഹർത്താൽ പാടില്ല. കഴിഞ്ഞ സർക്കാർ ഈ ഹർത്താലിനെതിരെ ഒരു ബില്ല് കൊണ്ടുവരാൻ തീരുമാനിച്ചു. പക്ഷേ ഇതെല്ലാം പാതി വഴിയിൽ തീർന്നു. ഇനിയെങ്കിലും ഹർത്താൽ എന്ന സമരമാർഗത്തിൻ്റെ രീതി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർവചനം വേണ്ടേ? ശ്രീ മാർഷൽ ഇവിടെ സൂചിപ്പിച്ചുള്ള സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ജനങ്ങളുടെ പൂർണ്ണ മനസ്സോടുകൂടിയുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രക്ഷോഭണം അല്ലെങ്കിൽ ബഹിഷ്കരണം ഉൾപ്പെടെ ഉള്ളതായിരുന്നു. അതങ്ങനെ ഒരു ബന്ധമെന്നും ഹർത്താലെന്നുമുള്ള തലക്കെട്ടുകളിൽ ഒരുപക്ഷെ ചെറുതാക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് മറ്റൊരു കാലഘട്ടത്തിന് അനിവാര്യതയായിരുന്നു. പക്ഷേ ഇന്ന് വന്ന് കാലത്തിനനുസരിച്ച് കാലഘട്ടത്തിൻ്റെ സ്വഭാവമനുസരിച്ച് രാഷ്ട്രീയ സമരങ്ങളുടെ മാതൃക അല്ലെങ്കിൽ രാഷ്ട്രീയ മാതൃക മാറ്റേണ്ടിയിരിക്കുന്നു. ആ മാറ്റാത്തതിൻ്റെ ഒരു ദുര്യോഗമാണ് ഇപ്പോൾ. ഒരിക്കൽ ബന്ധം നിരോധിച്ചു, അത് നല്ല കാര്യം, എല്ലാവരും എന്നെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിനെ പുനരവതരിക്കരുത് എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചെങ്കിലും ശ്രീ മാർഷൽ സൂചിപ്പിച്ച പോലെ ഹർത്താൽ എന്ന പേരിൽ വന്ന് അത് ബന്ധായി മാറുന്ന ഒരവസ്ഥയാണുള്ളത്. ഹർത്താൽ വളരെ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ നേരത്തെ അറിയിച്ച് നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അങ്ങനെ ഒരു ചിന്താഗതിയില്ല. ഹർത്താൽ തുടർച്ചയായിട്ട് നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഹർത്താൽ നടത്തുന്നു. ഈ ഹർത്താൽ അല്ലാതെ വേറൊരു സമരരീതിയെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിട്ടില്ല. ഞങ്ങളുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് അനാവശ്യവും അപ്രതീക്ഷിതവുമായ ഹർത്താലുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. ജനങ്ങളുടെ ആവശ്യങ്ങളും ഒരു പൊതുവായ കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് വേണം, അല്ലെങ്കിൽ ശക്തമായൊരു പ്രതിഷേധം ജനങ്ങളുടെ ശ്രദ്ധയിൽ ചർച്ച ചെയ്യാനും വേണ്ടി മാത്രം ഒരു സമര രീതി എന്നുള്ള നിലയിൽ ഹർത്താൽ അവലംബിക്കുന്നത് തെറ്റല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഹർത്താൽ അപ്പാടെ ഹർത്താൽ അല്ലെങ്കിൽ മറ്റൊരു സമരരീതി ആരുടെ ഭാഗത്തുണ്ടാകും. ഒരു സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ മെക്കാനിസത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സമീപകാലത്ത് അധികം ചർച്ച ചെയ്യാനിടയായ കാര്യം അനാവശ്യവും അപ്രതീക്ഷിതവുമായ ഹർത്താലുകൾ പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ്. അപ്പോൾ അനാവശ്യവും അപ്രതീക്ഷിതവുമായ ഹർത്താലുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. അതേസമയം തന്നെ ഹർത്താൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന എന്തോ ഒരു അനാവശ്യമായ കാര്യം അങ്ങനെയല്ല. അതിന് ഒരു ഹർത്താൽ വിരുദ്ധ മുന്നണിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എല്ലാം കൂട്ടത്തിൽ. സമൂഹത്തെ കൂടുതൽ അരാഷ്ട്രീയവൽക്കരിക്കുന്നുള്ളൊരു പ്രതിഭാസമായി മാറുന്നതിനോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കേരളം വഴിമുട്ടി നിൽക്കുമ്പോൾ മാറ്റി ചിന്തിക്കുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യവും വരുന്ന ഒരു പ്രസ്ഥാനം തന്നെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഹർത്താൽ എന്നുള്ള സമര ആയുധം എടുത്ത് പ്രയോഗിക്കുന്നു. എന്താണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം? ഹർത്താൽ വേണം, നിർബന്ധമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്നുള്ളൊരു അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. ഇപ്പോൾ നിലവിലെ ജനാധിപത്യ രീതിയിൽ എല്ലാവരും ഒരു ബന്ധ നിരോധനത്തിന് ശേഷം പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സമരമാർഗം എന്നുള്ള നിലയിലാണ് BJP മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പോലെ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ഹർത്താലുമായി മുന്നോട്ട് വരുന്നിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഹർത്താൽ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളൊരു സംശയമില്ല. പക്ഷേ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കുറച്ച് ആളുകൾ മാത്രമല്ല, ഈ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിൽ ഉൾപ്പെടും. പിന്നെ ഏത് അവകാശ സമരങ്ങളും ആരുടെയെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കാറുണ്ട്. ഹർത്താൽ എന്ന അല്ലെങ്കിൽ ബന്ദിനെതിരെ ഒരു സംഘടന കൊണ്ടു. കാരണം ഞാൻ പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ് 3 പേരും നടത്തിയിട്ടുള്ളത്. കാരണം അവർക്ക് അവരുടേതായ ഭാഗങ്ങൾ പറയാം. 1, അരാഷ്ട്രീയവൽക്കരണം ഇല്ലാതാക്കുക, ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. 2, മുൻകൂട്ടി അറിയിച്ച് നടത്തിയാൽ കുഴപ്പമില്ല. 4, എല്ലാവരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ മാത്രം പ്രയോഗിക്കുമ്പോൾ എന്ത് പറയുന്നു, അത് ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങൾ നടത്തും. അതായത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സമ്മർദ്ദ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി, അവർക്ക് ശ്രദ്ധിക്കപ്പെടാൻ, ജനങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ അല്ലെങ്കിൽ ഒരു സമരമാർഗം നന്നായി ഇല്ല എന്നുള്ളതാണ്. നല്ലൊരു സമരമാർഗമില്ല. അത് രാഷ്ട്രീയ സാക്ഷരതയുടെ കുറവാണെന്ന് ഒറ്റ വാക്കിൽ പറയേണ്ടി വരും.
ജനം ഇത് സഹിക്കുകയാണ്. എന്താണ് നിങ്ങൾ ലക്ഷ്യമിട്ടത് സേ ടു നോ ഹർത്താൽ എന്നുള്ള ഒരു മുദ്രാവാക്യം കൊണ്ട്? ഇത് 2010 ഞങ്ങളിത് ആരംഭിക്കുമ്പോൾ വർഷം ഏകദേശം 10-12 സ്റ്റേറ്റ് ഹർത്താലുകൾ ഉണ്ടാകുന്നൊരു സമയത്താണ്. ആ സമയത്ത് ഈ ഒരു ആഴ്ചയിൽ തന്നെ 2 ഹർത്താൽ നടന്നപ്പോൾ സി പി എം കൂടി നടത്തിയ ഹർത്താലാണ്. ആ സമയത്താണ് ഇത് നിരോധിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഹൈക്കോടതിയിൽ പോവുകയുണ്ടായി. ഹൈക്കോടതിയിൽ പോയപ്പോഴത്തേക്ക് അത് നിരോധിക്കാനുള്ള അന്ന് അത് എൻ്റർടൈൻ ചെയ്തില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു ജനകീയ പ്രതിരോധം ഉയർത്തണം എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇവർ ഈ ഹർത്താലിൽ കൊണ്ടുവരുന്നൊരു ഭീതിയുടെ ഒരു പ്രശ്നമുണ്ട്. ആ ഭയമാണ് ഈ ഹർത്താലിൻ്റെ എല്ലാം പ്രശ്നം. ആ ഭയത്തെ മറികടക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അത് നിഷേധിക്കുക എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് സേ നോ ടു ഹർത്താൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് സ്വന്തം വാഹനങ്ങളുമായിട്ട് ജനങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നും അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളൊരു ക്രിയാത്മകമായ സമരരീതി കൊണ്ടുവന്നത്. അത് 7 വർഷമായിട്ട് കൊണ്ടുവന്നു. ഞാൻ ഈ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ 7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാർട്ടിക്കും എതിരായിട്ടോ അല്ലെങ്കിൽ അനുകൂലമായിട്ടോ അല്ലാതെ ആ വിഷയത്തിൽ 7 വർഷം സമരം ചെയ്ത ഏതെങ്കിലും ഒരു വിഷയം ഇവർ പറയട്ടെ. ആ സമരം ചെയ്ത ആൾക്കാരെയാണോ അരാഷ്ട്രീയവാദികളായിട്ട് കാണുന്നത്? അങ്ങനെ അരാഷ്ട്രീയവാദികളായിട്ട് കാണേണ്ടവർക്ക് പിന്നീട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിൽ പോയ കാര്യമൊന്നും ആരും മറക്കരുത്. അപ്പോൾ അതല്ല, ഇതാണ് ജനങ്ങളുടെ രാഷ്ട്രീയം. ജനങ്ങളെ ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്തിയിട്ട് ഞങ്ങൾ പറയുന്ന കാര്യം സംഘടിതമായിട്ടുള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് അസംഘടിതരായിട്ട് ജനങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്ന് വരുത്തി തീർക്കുന്ന രാഷ്ട്രീയ കാപ്പട്യമുണ്ട്. ആ കാപ്പട്യമാണ് ഇവിടെ പ്രശ്നം. അതാണ് ഇതിൻ്റെ രാഷ്ട്രീയ വശം. ഈ കഴിഞ്ഞ 6 മാസം ഇത്ര ഹർത്താൽ എന്ന് പറഞ്ഞല്ലോ, നമുക്കൊന്ന് എടുത്തു നോക്കാം. ജനകീയ പ്രശ്നം ഉന്നയിച്ചിട്ടാണ് ഈ പിറ്റേ ദിവസം രാവിലെ ഹർത്താൽ പ്രഖ്യാപിച്ചത്? ഒന്നുമല്ല. ഇവിടെ പരസ്പരം ഗുണ്ടാകൾ വെട്ടിക്കൊല്ലുന്നത് പോലെ, ഗുണ്ട പക തീർക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുക, പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുക, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഹർത്താൽ പ്രഖ്യാപിക്കുകയാണ്. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താലെല്ലാം സമയം നൽകി തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതിനോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. പക്ഷേ എങ്കിലും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ കസ്തൂരിരംഗൻ കമ്മീഷൻ്റെ ഉൾപ്പെടെ മീനാകുമാരി കമ്മീഷൻ്റെ പ്രശ്നം ഉൾപ്പെടെ 1 മാസം മുൻപ് പ്രഖ്യാപിച്ചുകൊണ്ട് ഹർത്താൽ നടത്തി. ഞങ്ങൾ ഹർത്താലിനെ അനുകൂലിക്കുന്നില്ല, ഹർത്താൽ പാടില്ല എന്ന് ചെയ്യുന്നവരാണ്. പക്ഷേ എങ്കിൽ പോലും അതിനൊരു സമയമുണ്ടായിരുന്നു. ഇത് ആ സമയവുമില്ലാതെ രാത്രി ഉറങ്ങിക്കിടക്കുന്നവൻ പിറ്റേ ദിവസം രാവിലെ ഇരുന്നിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഹർത്താൽ എന്ന് പറയുന്നത്. ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. ഇതിൻ്റെ പേരിൽ മരിക്കുന്ന ജനങ്ങളുണ്ട്. ഇത് രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഗുണ്ടായിസമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരാൾ കാറും കൊണ്ട് റോഡിൽ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ബൈക്ക് കൊണ്ട് റോഡിൽ ഇറങ്ങും, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അയാൾക്ക് എന്തുമാത്രം നഷ്ടം. ഇവിടെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ഒരു പാർട്ടിക്കാരും, കാർഡിയുടെ സഹായം കൊള്ളാം, മാർഷ് പാർട്ടിക്കാരും കൊള്ളാം, ഇവരാണല്ലോ ഇവിടെ മാറി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരാരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്താൽ തന്നെയും അയാളുടെ കുടുംബത്തിൽ പോയി എന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ജനം ഈ ഹർത്താലിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. കേരളത്തിലെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദിച്ചാൽ പറയും ഹർത്താൽ, ബന്ദ് വേണ്ട, അത് ജനവിരുദ്ധമാണെന്ന് സമ്മതിക്കും. പക്ഷേ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് കോൺഗ്രസിനോ CPM-നോ BJP-ക്കോ ഹർത്താലിനോട് യോജിക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു മാർഗമെന്ന നിലയിൽ മറ്റൊന്നും ജനങ്ങളിലേക്ക് എത്താൻ അവർ കാണുന്നില്ല. എന്തായിരിക്കണം പുതിയ സമരമാർഗം? പ്രവീൺ, ഇങ്ങനൊരു ഹർത്താൽ നടത്താതെ വളരെ സമാധാനപരമായി നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളോടോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോടോ പലപ്പോഴും ജനവും സർക്കാരും മാധ്യമങ്ങളും റെസ്പോണ്ട് ചെയ്യാറുമില്ല. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ പല ദിവസങ്ങൾ പല മാസങ്ങളൊക്കെ ഉപവാസം ഇരിക്കുന്ന ആൾക്കാരുണ്ട്, നിരാഹാരം കിടക്കുന്നവരുണ്ട്. ഇവരുടെയൊക്കെ എത്ര വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നു, എത്ര വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, എത്ര പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തും, മനസ്സിലേക്കും എത്തുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം സമാധാനപരമായി നടന്നു പോകുന്ന പല വിഷയങ്ങളെക്കുറിച്ചും നമ്മളെന്നല്ല അധികാരികൾ പോലും അതിനു വേണ്ടിയിട്ട് മുഖം കൊടുക്കാറില്ല, കാത് കൊടുക്കാറില്ല, മനസ്സ് കൊടുക്കാറില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ ചേരുമ്പോഴാണ് ഹർത്താൽ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, ഹർത്താൽ ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിക്കഴിഞ്ഞാലും രാഷ്ട്രീയ പാർട്ടി എന്ന ഒരു മൈനോറിറ്റി അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഒരു മെജോറിറ്റി യാതൊരു ചോദ്യവുമില്ലാതെ പറച്ചിലുമില്ലാതെ അതങ്ങ് ഏറ്റെടുത്തോളുകയും ചെയ്യുന്നു. നേരത്തെ ശ്രീ റഹീം പറഞ്ഞതിനോട് എനിക്കൊരു കടുത്ത വിയോജിപ്പുള്ളത്, ഹർത്താലിൻ്റെ രീതികൾ മാറി ഇപ്പോഴത്തേക്ക് എത്തുമ്പോഴത്തേക്കും ജനമെല്ലാം സ്വമേധയാ കടയടയ്ക്കുന്നു എന്ന് പറഞ്ഞത് റഹീം, നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ കാരണം ജനത്തിൻ്റെ പ്രതികരണശേഷി കുറയുന്നത് കൊണ്ടാണ്.
ജനത്തിൻ്റെ പ്രതികരണശേഷി കുറയുന്നത് രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നിലപാടിന് തന്നെ വിരുദ്ധമാണെന്നും പ്രശ്നമാണെന്നും തിരിച്ചറിയേണ്ട ഇടതുപക്ഷം ഒരു ഹർത്താൽ ഒരു കാരണവുമില്ലാതെ പ്രഖ്യാപിക്കുമ്പോൾ കട തുറന്നു വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരിൽ നിന്നും കട അടയ്ക്കുന്ന ആൾക്കാരിലേക്ക് വന്നപ്പോൾ ആ ഹർത്താലിനെ അവർ മനസ്സാലെടുക്കുകയല്ല, മറിച്ച് ഭയത്താൽ പ്രതികരണശേഷി മാറുന്ന സമൂഹമായി പോയിരിക്കുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രതികരണശേഷി മാറിയ സമൂഹത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പോലും നിലനിൽപ്പില്ല എന്നുള്ള തിരിച്ചറിവ് ശ്രീ റഹീമിനെ പോലുള്ളവർക്ക് ഉണ്ടാകുമ്പോഴാണ് ഹർത്താലിനെ ജനം മനസ്സാൽ വരിക്കുകയല്ല, മറിച്ച് ഭയന്നു പോവുകയാണ് ജനം എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരേണ്ടത്. ശ്രീ രാജു പി നായരോടൊരു ചോദ്യം. നിങ്ങൾ പറയൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ കാലങ്ങളിൽ അപ്രതീക്ഷിതമായോ അനാവശ്യമായോ പ്രഖ്യാപിച്ച ഒരു ഹർത്താൽ താങ്കൾ പറയാം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉണ്ടായത് അതല്ലേ? അതുകൂടെ ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടായപ്പോഴാണ്. കൂട്ടിച്ചേർക്കാനാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഒരാളും ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന CPIM-ന്റെ ഒരു സംസ്ഥാന നേതാവ് ആക്രമിക്കപ്പെടുന്നു. അദ്ദേഹം അത് ബോംബെറിയാണ്. അദ്ദേഹത്തിനെതിരെ യാതൊരുവിധ പ്രയാസങ്ങളുമില്ല, ഒരു സംഘർഷം നിൽക്കുന്ന പ്രദേശമൊന്നുമില്ല. അതിൽ പ്രതിഷേധിച്ച് ആ ജില്ലയിൽ നമ്മൾ സംസ്ഥാന വ്യാപകമായല്ല ഹർത്താൽ പ്രഖ്യാപിച്ചത്, ഞങ്ങൾ ഹർത്താൽ പ്രഖ്യാപിച്ചു. അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല എന്നുണ്ടോ? അല്ല ബിജെപിയുടെ സംസ്ഥാന ഓഫീസിനകത്ത് സംസ്ഥാന പ്രസിഡന്റ് ഇറങ്ങിയ ഉടനെ ബോംബെറിഞ്ഞല്ലോ, അന്ന് ഹർത്താൽ നടന്നു. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞിട്ട് ഹർത്താൽ നടത്തിയില്ലല്ലോ. ഉമ്മൻചാണ്ടിയെ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി, കോൺഗ്രസ് നേതാവ് എന്നുള്ള പോട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പരസ്യമായി കല്ലെറിഞ്ഞിട്ട് കോൺഗ്രസ് ഇവിടെ പൊതുവായിട്ട് പറഞ്ഞത് ഇത് അറ്റൻഷൻ സീക്കിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ മറ്റൊരു കാര്യം പറയാം. കേരളത്തിൽ ഈ അടുത്തടുത്ത ഇത്ര ഹർത്താലുകൾ ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് ആദിവാസി സമൂഹം ഒരു സമരം നടത്തി, നിൽപ്പ് സമരം. ആ നിൽപ്പ് സമരം കേരളത്തിൽ ചർച്ച ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ മുഴുവൻ മീഡിയം ചർച്ച ചെയ്തു, വലിയ വലിയ ചർച്ചകൾ ഉണ്ടാക്കി ചർച്ച ചെയ്തു. ഹർത്താലിന്റെ മറവിൽ നടക്കുന്ന ചർച്ചകൾ എന്താ? എത്ര വാഹനങ്ങൾ അടിച്ചു പൊടിച്ചു, ആര് മരിച്ചു, എവിടെ എന്ത് നടക്കും, ഒരു വിഷയവും ചർച്ച ചെയ്യുന്നില്ല. ഹർത്താലിനെ സംബന്ധിക്കുന്ന ഒരു വിഷയവും ജനം ചർച്ച ചെയ്യുന്നില്ല. വാർത്തകൾ ശ്രദ്ധിക്കണം. വാർത്തക്കകത്ത് ഹർത്താലിൽ സാധാരണ ജനങ്ങൾക്കുണ്ടായ ദുരിതം മാത്രമാണ്. ഹർത്താലിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസംഗമോ കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അത് പറയാം. നിൽപ്പ് സമരത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്തു. നിൽപ്പ് സമരത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്തു. തങ്ങളുടെ പ്രതിഷേധം സർക്കാരിനെയും പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഹർത്താൽ നടത്തുന്നത്. അത് 100% തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഹർത്താൽ യാതൊരു കാരണവശാലും നടത്താൻ പാടില്ല. അതേപോലെ ഇന്ന് ഹർത്താൽ നടത്തുന്ന രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ്. ആ സമയം മാറ്റണം. വൈകുന്നേരം 6 മുതൽ രാവിലെ 6 വരെ നടത്താൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവണം. ഈ നടക്കുന്ന ക്യാമ്പയിനിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആ ക്യാമ്പയിൻ അളവിനപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ക്യാമ്പയിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ക്യാമ്പസ് പൊളിറ്റിക്സിനെതിരെ ഇതുപോലെ ഹിസ്റ്റീരിയാണ് പടർത്തിയ ഒരുപാട് പേരുണ്ട്. ശ്രീ രാജു പി നായർ ഉണ്ടായിരുന്നു അന്ന് ആ മൂവ്മെൻറ്റിൽ ഉണ്ടാവില്ല, പക്ഷെ മറ്റു പലരുണ്ടായിരുന്നു. ഇപ്പോഴെന്താ അവസ്ഥ? ഇപ്പോൾ അതിന് കവിഞ്ഞ ഇത്തരം നെഗറ്റീവ് ക്യാമ്പയിൻ ഒരു ഡെമോക്രാറ്റിക് ഇതൊരു മെക്കാനിസമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ കൊച്ചി മെട്രോ യാഥാർത്ഥ്യമായി. ആ കൊച്ചി മെട്രോ DMRC തന്നെ നടത്തണമെന്നും അതിൽ ശ്രീധരൻ വരണമെന്നും ഒക്കെ വേണ്ടി അത് ഭരണപരമായ ഇടപെടൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, ജനകീയ പ്രതിരോധങ്ങൾ ഉയർന്നിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ അത്തരം വിജയങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇതൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റി ആണെന്നും ആ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള എല്ലാ മെക്കാനിസത്തിനും അതിൻ്റെതായ പങ്ക് നിർവഹിക്കാനുണ്ട് നാം തിരിച്ചറിയണം. പലപ്പോഴും ഇല്ലാതെയാണ് റഹീം ഈ ഉദാഹരണം പറഞ്ഞ നന്നായി. അതിൽ ഈ ശ്രീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 133 ദിവസമാണ് മെട്രോയുടെ പണി നടന്നപ്പോൾ ഇവിടുത്തെ ഹർത്താലും ബിന്ദുക്ക കാരണം അവിടെ പണി നടക്കാതിരുന്നത്. അദ്ദേഹത്തിന്റെ സങ്കടങ്ങളിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഈ ഒരു സമര രീതി അത് വലിയ പ്രതിസന്ധിയായിരുന്നു. മെട്രോയുടെയും പണി നടന്നിട്ടില്ല. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ജപ്പാൻ ഒരു മാതൃകയായിക്കൂടെ? കൂടുതൽ പണിയെടുത്തൂടെ? നിങ്ങൾക്ക് ജപ്പാനെ നിങ്ങൾക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കൂടുതൽ സമയം ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ. ക്യാമ്പസ് ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ മാതൃകയായിരുന്നു. ഒരു കാലത്തും ഹർത്താൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാഹാര സമരം അനുഷ്ഠിച്ച് ഉഗ്ര ശപഥം ചെയ്ത ശ്രീമാൻ MM ഹസൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റിയോ? അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ നേതാവല്ലേ? അദ്ദേഹം ഇന്ന് എവിടെ ചെക്ക് നടത്താമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമരങ്ങളൊക്കെ നടത്തുമ്പോഴും ഈ സാധാരണക്കാരൻ്റെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഈ സമരം നടത്തുന്നവർക്ക് അറിഞ്ഞുകൂടായികയില്ല. അറിയാം, പക്ഷേ ജനങ്ങൾ അനുഭവിച്ചോളണം, അനുഭവിക്കും.